അച്ഛൻ പറഞ്ഞു, മക്കളെ ഞാൻ സമ്മതിയാകുമ്പോൾ ഒറ്റ മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ പറയണ്ട, നിങ്ങൾ രണ്ടുപേരും മക്കള് കർമ്മം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അച്ഛൻ. അച്ഛൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് എന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ എന്തോ വേണോ ചെയ്തോ. അന്നേരം 3:30 മണിക്ക് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ അച്ഛന്റെ പോസ്റ്റർ ഒട്ടിച്ചത്. സമാധി പീഠവും നടക്കാൻ പറ്റൂല, ആ പീഠക്കെല്ലാം അവിടെ ഇരിക്കും. ഈ മോനെ വിളിച്ച് പറയുന്നതിന് 2-3 ദിവസം മുമ്പ് രാത്രി ഞാനും അവര് ഒരു കട്ടിലാണ് കിടന്നത്. എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇനി 3 ദിവസത്തിനകത്ത് പോകും. കുറ്റം പറയുന്ന നാട്ടുകാർ ഇന്ന് വരെ എന്റെ അച്ഛനെ തേടി ഇന്നുവരെ അച്ഛന്റെ ക്ഷേമം അന്വേഷിച്ച് ഇന്ന് വരെ വന്നിട്ടില്ല. അത്ര വൈരാഗ്യമാണ് ഇന്നിവിടെ ഇത്രയും പേര് വന്നിട്ടുള്ളതെന്ന് കുറ്റം പറഞ്ഞ നാട്ടുകാര് കുറ്റം പറഞ്ഞ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ നാട്ടിലുള്ള ആൾക്കാരല്ല ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞു. വെളിയിൽ നിന്നൊക്കെയാണ് വഴിമുഖം അങ്ങ് പാറ്റും ദൂരെ നിന്നൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത് കുറ്റം പറയാൻ. ഒരാൾ മരിച്ചിട്ടാണ് ഒരു സമാധി ഇരുത്തുകയാണെങ്കിൽ നമുക്ക് തൊടാൻ കാണാൻ എല്ലാം ചെയ്യാം. പക്ഷെ ഒരാൾ ജീവൽ സമാധിയായിട്ട് ചെന്ന് ഇരുന്ന് സമാധിയാവുകയാണെങ്കിൽ അത് ആരും കാണാൻ പാടില്ല. അത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗുരുദേവന്മാർ പറഞ്ഞിട്ടുണ്ട്. നാരായണ ഗുരു സമാധിയാവാൻ സമയത്ത് തന്റെ പ്രിയ ശിഷ്യനായ ഒരാൾ മാത്രം ആണ് ആ ചടങ്ങിൽ ഉണ്ടായിരുന്നത്. ഷുഗർ ഉള്ളതുകൊണ്ട് ഗുളിക ഇൻസുലിൻ വെച്ച് മോനാണ് ഇൻസുലിൻ വെച്ച് കൊടുക്കണം വെച്ച് അവരങ്ങ് പോയി. അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ധ്യാനത്തിന് പോകുമ്പോൾ നമുക്ക് അടുക്കളയിൽ പ്രത്യേക ജോലി, വീട്ടിനകത്തുള്ള ജോലിയുണ്ട്, തുണി കഴുകാനൊക്കെ ഉണ്ട്. ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല, ധ്യാനത്തിന് പോവുകയില്ലേ. അങ്ങനെയാണ് നമ്മളെ ശീലം. അവർ ധ്യാനിക്കുമ്പോൾ ഞാൻ അവരെ ശല്യപ്പെടുത്താൻ പോകില്ല. അങ്ങനെ നമ്മൾ എൻ്റെ മരുമകളായിട്ട് നമ്മൾ തുണിയും കഴിയും. അങ്ങനെ ഇരിക്കുമ്പം മോൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, മക്കളെ അമ്മ അച്ഛൻ പോയി. ഞാൻ പറഞ്ഞു എവിടെ പോയിടാ, അവിടെ നിന്ന് എവിടെ പോയി എന്നാണ് ആദ്യം ഞാൻ സംശയം കൊണ്ട് കേട്ടത്. അപ്പം പറഞ്ഞ് അച്ഛൻ സമാധിയായി. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പിതാവിൻ്റെ ആഗ്രഹപ്രകാരം പിതാവിനെ സമാധി ഇരുത്തിയെന്ന് മക്കൾ അറിയിച്ചിരിക്കുന്നു ഒരു പോസ്റ്ററിലൂടെ. പോസ്റ്റർ കണ്ടിട്ടാണ് നാട്ടുകാർ വിവരം അറിയുന്നത് ഇത്തരത്തിലൊരു സംഭവം. ഈ പിതാവിൻ്റെ മരണത്തിൽ ഇതോടെ സംശയം തോന്നിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തുന്നു. പിതാവിനെ സമാധിയാക്കിയ സ്ഥലം മക്കൾ കാണിച്ചു കൊടുക്കുന്നു. ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പിതാവിൻ്റെ ആഗ്രഹപ്രകാരം പിതാവിനെ സമാധിയാക്കി എന്നാണ് മക്കൾ പറയുന്നതെങ്കിലും ഈ മരണവിവരം ബന്ധുക്കളെയോ നാട്ടുകാരെയോ മക്കൾ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരൂഹതയാണ് ഈ ഒരു മരണത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ വിചിത്രമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. ഭഗവാൻ തന്നെ പറയണം, ഞാനല്ല. സത്യമാണ് ഞാൻ ഇതെല്ലാം സംസാരിക്കുന്നത്. ഓം നമ ശിവായ. കൈലാസനാഥ, ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കൈലാസനാഥം, ലോകനാഥം, കൈലാസനാഥം, ഈ ശിവപുരം, ഈ കാവോള കൈലാസ് മഹാദേവ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം എങ്ങനെ വന്നു, ഏത് രീതിയിൽ വന്നു, ലോകനാഥനാണ് ഇതിൻ്റെ അവകാശം. ഈ പാവപ്പെട്ട ഭഗവാന്റെ ഭക്തരെ ക്ഷേത്ര അടുത്ത് താമസിക്കാനും ക്ഷേത്ര കാര്യങ്ങൾ നോക്കാനും ക്ഷേത്ര പൂജ മുടക്കമില്ല നടത്താനും വേണ്ടി താമസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു ക്ഷേത്രത്തിലെ മഠാധിപതി ഈ ക്ഷേത്ര ആശ്രമം പോലെയാണ് നമ്മളിവിടെ കഴിയുന്നത്. ക്ഷേത്രത്തിന് വേണ്ടിയാണ് ആശ്രമമാണ് ഇവിടെ കഴിയണത്. ഇത് വീടല്ല, ആശ്രമമാണ്. അപ്പം ഇതിന് മുഖ്യ അധികാരമെല്ലാം ഗോപസ്വാമിക്കാണ്. ഇപ്പം സമാധിയായ ഗോപസ്വാമി വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്നെ കല്യാണത്തിന് മുമ്പേ അവർ ശിവധ്യാനമാണ്. എങ്കിലും ഞാൻ ചുരുക്കത്തിൽ പറയണം, ഈ ക്ഷേത്രവും ഈ ഞാനും എൻ്റെ ഭർത്താവും എല്ലാം ഓ നമശ പറഞ്ഞ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഇവർക്ക് ക്ഷേത്രം വയ്ക്കണമെന്ന് ഒരു ഇതുമില്ല. അവർ മറ്റൊരു ആശ്രമം ഉണ്ടാക്കിയിട്ട് അന്വേഷിക്കണം. പിന്നെ ഇതിനകത്ത് ഗുഹയുണ്ട്, അന്വേഷിക്കണം. ഈ ക്ഷേത്രത്തിൽ ഇപ്പം മതിൽ കെട്ടിയപ്പോൾ ഗുഹ പൊളിച്ചത്. മതിൽ കെട്ടി എൻ്റെ പോറ്റിയുടെ ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അവളെ നിർബന്ധമാണ്, നമുക്ക് കാമ്പൗണ്ട് കെട്ടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അവൾ ഉരുപ്പടിയൊക്കെ കൊടുത്തു. അങ്ങനെ മതിൽ കെട്ടി. എന്നിട്ട് ഇതിനിടയ്ക്ക് ഈ ആലൊക്കെ നിങ്ങൾ തൃശ്ശിപീഠം എന്നാണ് ആലിൻ്റെ അവിടെ ഒരു തൃശ്ശിപീഠം പോലെ അവിടെ ഒരു ഇതുണ്ട്. അതാണ് ഈ രാത്രി സമയങ്ങളിൽ ഗുഹയും ഈ പകൽ സമയം സന്ധ്യയ്ക്കും ചെറിയ ഇതേപോലെ ചിലപ്പോൾ ഉണ്ടിട്ടൊക്കെ അങ്ങനെയുള്ള സമയത്ത് ആ തൃശ്ശിപീഠം ആലിൻ്റെ മുട്ടിലിരുന്ന് ധ്യാനിക്കും. അങ്ങനെ പല ദിവസവും അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ കാണുന്ന അത് ശിവ കൈലാസനാഥൻ്റെ ശിവരൂപമാണ്. ഈ കാണുന്ന ആ റൂമിലാണ് നമ്മൾ പൂജിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ പ്രകൃതിയിൽ ഈ നാട് മൊത്തത്തിനും
ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശിവലിംഗം വെച്ച് ആരാധിക്കാവൂ, ശിവരൂപം വെച്ച് ആരാധിക്കൂടാ. അപ്പം ധ്യാനം ഈ സിദ്ധന്മാർക്ക് ആരാധിക്കാം, നമുക്കൊരു കുടുംബത്തിന് സിദ്ധന്മാർക്ക് അതിനു വേണ്ടി ഞങ്ങൾ മീനോ മുട്ട ഇറച്ചിയോ ഒന്നുമില്ല, ആശ്രമം പോലെയാണ് ഇവിടെ കഴിയണത്. ഭഗവാൻ തന്നാൽ നമുക്ക് അവസരമാണ് ഇവിടെ താമസിക്കുക, അല്ലാതെ ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല ഇവിടെ താമസിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ശിവലിംഗം വെച്ചത് ഈ നാട് രക്ഷപ്പെടാനാണ്, മനസ്സിലാക്കണം. നാട്ടിന് വേണ്ടിയാണ് ശിവലിംഗം വെച്ച്. അപ്പം ശിവലിംഗം വച്ചും ഈ ക്ഷേത്ര തന്ത്രി, ക്ഷേത്ര തച്ചൻ, ഇങ്ങനെ ക്ഷേത്രത്തിൽ അളവുണ്ടല്ല, അളവും കാര്യങ്ങളും മാപ്പും ഒക്കെ ഉണ്ടല്ല. അപ്പം അവരളന്ന് ഈ ഭൂമി വാക്കനുസരിച്ച് അളന്ന് കുറിച്ചപ്പം അളവ് എൻ്റെ ഭർത്താവ് പറഞ്ഞു, കൊച്ചു ശിവലിംഗവും നമുക്ക് ആസ്തിയൊന്നുമില്ല, പണമില്ലാത്തവരാണ് എന്ന് പറഞ്ഞു എനിക്ക് ഇത്രയും ക്ഷേത്രം വെച്ചു. അത് ശിവന്റെ അനുവാദമാണ്. ഭഗവാൻ ഇത്രയും വലിയ ക്ഷേത്രം വേണമെന്ന് ഈ തച്ചിന് കൊടുത്തതായിരിക്കും. ശിവലിംഗം പ്രദക്ഷിണ മയിലാടിയിൽ പോയപ്പം ഞങ്ങൾ കൊച്ചളവാണ് കൊടുത്തത്. എന്നാൽ മയിലാടിയിൽ അവർ ഈ കാണുന്ന ദോരപാലകരും ശിവലിംഗം സമാധി ഇത്രയും തുടക്കത്തിൽ എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. സമാധി ദിവസം അപ്പൊ ശിവലിംഗം ഇതെല്ലാം ആയതിനു ശേഷം ഈ ശിവ പ്രതിഷ്ഠ എടുക്കാൻ പോയപ്പം ഈ 7 വർഷയ്ക്ക് മുമ്പ് പ്രതിഷ്ഠ എടുത്തുകൊണ്ട് വന്നപ്പോഴേ ഇപ്പം വച്ചിരിക്കുന്ന കല്ലും പത്മപീഠത്തിൽ ഒരു വേറെ പത്മപീഠമുണ്ട്, ഒരു കല്ലും വേറെ തറയിൽ ഇങ്ങനെ 2-3 കല്ല് എടുത്ത് മാറ്റി ഒതുക്കി വെച്ചിട്ട് പറഞ്ഞ് എൻ്റെ പോറ്റിയായിട്ട് മോൻ്റെ അടി പറഞ്ഞ് മക്കളെ ഇത് ഒന്നിനും കട്ട് ചെയ്യില്ല ഈ കല്ല്, അവിടെ ക്ഷേത്രത്തിന് ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ആ കല്ല് ഇന്ന് ഇപ്പം ഇതിൻ്റെ ആവശ്യം പറഞ്ഞാണ് കട്ട് ചെയ്തത്. സമാധി ആയ സമയം, സമാധി ആവും മുമ്പേ ഇരുന്ന് ധ്യാനിക്കുന്ന സ്ഥലത്ത് ചെന്നിരുന്ന് ഇതിനിടയ്ക്ക് ഒരു മാസത്തേക്ക് മുമ്പ് പറഞ്ഞ് മക്കളെ എനിക്ക് ക്ഷേത്രത്തിൽ ഈ ഇതിനിടയ്ക്ക് അടച്ചിട്ടിരുന്ന ക്ഷേത്രം എന്തിന് പൈസയില്ല പൂജയ്ക്ക്, ഇവർക്ക് വേണ്ടി ഇവർ പൂജിച്ച് പ്രസാദങ്ങളൊക്കെ വാങ്ങിച്ച്. പക്ഷേ ഇവർക്ക് നടന്ന് കയറി സ്പീഡ് കാണിച്ച് ഇങ്ങനെ തൊട്ടിയൊക്കെ തൂക്കി കൊണ്ടുപോകാനും പടിയിൽ കയറാനും ഒക്കെ ബുദ്ധിമുട്ട്. കാരണം വയസ്സായി, ഷുഗറുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഒരാളെ കൈ കൊണ്ട് താങ്ങി ഇറക്കും, അങ്ങനെ കൈ പിടിച്ചിറങ്ങും. അല്ലാതെ കിടരോഗിയല്ല, സത്യമാണ്. ശിവന് കേൾക്കാനാണ് പറഞ്ഞത്, നിങ്ങൾ കേൾക്കാനല്ല. കിടരോഗിയല്ല. അങ്ങനെ പോയ സമയത്ത് മോൻ്റെ അടി പറഞ്ഞ് മക്കളെ എനിക്ക് പ്രത്യേകമായിട്ട് നട തുറക്കണം. അപ്പം നാട്ടുകാർക്കും ദർശനം കൊടുത്തില്ല. ഇപ്പം അപ്പം ഇവിടുന്ന് അന്വേഷണം വന്നു. എൻ്റെ അച്ഛൻ റേഷൻ മസ്റ്ററിങ്ങിന് അങ്ങ് പോയാണ് മസ്റ്ററിങ് ചെയ്തത്. അടുത്ത് ഈ ഇടയ്ക്ക് പിന്നെ ക്ഷേമ പെൻഷന്, അച്ഛന് ക്ഷേമ പെൻഷൻ ഉണ്ട്. അപ്പൊ ക്ഷേമ പെൻഷന്റെ മസ്റ്ററിങ് അച്ഛൻ നെയ്യാറ്റിങ്കര അക്ഷയയിൽ പോയാണ് ചെയ്തത്. അപ്പം പിന്നെ കിടപ്പ് രോഗി എന്ന് എങ്ങനെ പറയാൻ നടന്നാണ് അതിനകത്ത് അവസ്ഥ അറിഞ്ഞില്ല എന്ന് പറയാൻ കാരണം ഈ കുറ്റം പറയുന്ന നാട്ടുകാർ ഇന്ന് വരെ എന്റെ അച്ഛനെ തേടി ഇന്ന് വരെ അച്ഛന്റെ ക്ഷേമം അന്വേഷിച്ച് ഇന്ന് വരെ വന്നിട്ടില്ല. അത്ര വൈരാഗ്യമാണ്. ഇന്നിവിടെ ഇത്രയും പേര് വന്നിട്ടുള്ളതെന്ന് കുറ്റം പറഞ്ഞ നാട്ടുകാര് കുറ്റം പറഞ്ഞ അത് തന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ നാട്ടിലുള്ള ആൾക്കാരല്ലേ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞു. വെളിയിൽ നിന്നൊക്കെയാണ് വഴിമുഖം, അങ്ങ് ബാറ്റും ദൂരെ നിന്നൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത് കുറ്റം പറയാൻ. അപ്പൊ അത്രയ്ക്ക് ആൾക്കാർ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷേമ പെൻഷൻ അല്ല, ക്ഷേമ പെൻഷൻ ക്ഷമിക്കണം. ഈ കുറ്റം പറയുന്ന നാട്ടുകാർ എന്റെ അച്ഛന്റെ ക്ഷേമം അന്വേഷിച്ച് ഇന്ന് വരെ വന്നിട്ടില്ലാത്തവരാണ് ഈ പറയണത്. ഇതെല്ലാം നിങ്ങൾ ആവശ്യം ഞങ്ങൾ ചുരുക്കി പറയാം. ബന്ധുക്കളെ അറിയിക്കാൻ സമാധി പെട്ടെന്ന് എത്തിക്കാല. സമാധി ആവുന്ന മോനെ വിളിച്ച് ഈ മോനെ വിളിച്ച് പറയുന്നതിന് 2-3 ദിവസം മുമ്പ് രാത്രി ഞാനും അവരെ ഒരു കട്ടിലാണ് കിടന്നത്. എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇനി 3 ദിവസത്തിനകത്ത് പോകും. അപ്പം ഞാൻ തമാശ പോലെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചുമ്മാ ആയിരിക്കും, എവിടെ പോകണം ഈ രാത്രി എന്ന് ഞാൻ പറഞ്ഞങ്ങ്. എന്നാൽ ഞാൻ ഇത് സമാധിയുടെ കാര്യം എനിക്ക് ഓർമ്മയില്ല. മോൻ്റെ അടി പറഞ്ഞിരുന്നു. ഞാൻ കരയെന്ന് പറഞ്ഞുകൊണ്ട് മോൻ്റെ അടി പറഞ്ഞെങ്കിലും ഈ സമാധി ആവണ സമയത്ത് മോൻ്റെ അടി പറഞ്ഞ് കോവിലിൽ കയറി. ഇതിനിടയ്ക്ക് ഒരു 10-40 ദിവസം പൂജ മോൻ അഭിഷേകമെല്ലാം ചെയ്യും. ഇവർ കർപ്പൂരം കാണിച്ച് ഭഗവാന് അർപ്പിച്ച് നിവേദ്യം കൊടുക്കും. ഈ സമാധി ആവണേൻ്റെ അടുത്തോണ്ടിരുന്ന സമയത്ത് അപ്പം നാട്ടുകാർ ദർശനത്തിൽ നിന്നപ്പം ഞങ്ങൾ പറഞ്ഞ് ഇത് ക്ഷേത്രത്തിനകത്തുള്ള പൂജയാണ്, വെളിയിലുള്ളവർക്ക് ദർശനമില്ല. സത്യം അതാണ്. വെളിയിൽ ദർശനമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ആർക്കും തൊഴാൻ കൊടുത്തില്ല. അപ്പം ക്ഷേത്ര തന്ത്രിക്കും ക്ഷേത്ര മൂർത്തികൾക്കും 30 മുക്കോടി ദേവാദികളുടെ പവറാണ്. എൻ്റെ ഭർത്താവ് അവിടെ ചെന്നിരുന്ന് ഈ പൂജയുടെ
ഫലങ്ങളുണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാലും ഈ ക്ഷേത്രം എൻ്റെ മോന് പൂജ കൊടുത്താലും ഉള്ളാലും നമുക്ക് പൂജിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഇതിൻ്റെ വിളക്കണയരുത്, ശിവൻ്റെ പൂജ വിളക്കണയിൽ എന്നുള്ള ഉദ്ദേശം വെച്ചാണ് ആ പൂജയ്ക്ക് കയറിയത്. പക്ഷേ എല്ലാ പൂജയും തൊട്ടിയെടുത്ത് അഭിഷേകം ചെയ്യാനൊന്നും ചെയ്തില്ല. അതൊക്കെ പോറ്റി ചെയ്തു. പോറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനാണ്. അപ്പം ഈ പോറ്റി മഹേശ്വരൻ നമ്പിയുടെ അടുത്ത് പൂജയും പഠിച്ചു. അങ്ങനെയാണ്, വെറുതെ പോറ്റിയായിട്ട് കയറിയല്ല. ഈ ക്ഷേത്രം എൻ്റെ ഭർത്താവിനെ റെസ്റ്റാക്കി വെച്ചു. ചെയ്യേണ്ട രേഖകളെല്ലാം ഉണ്ട്. ക്ഷേത്രം എല്ലാം അറിയിക്കുക. അച്ഛൻ സമാധി ഇരുന്നില്ല. ആദ്യം നടന്ന് ധ്യാനത്തിനാണ് പോയി എല്ലാ സമയം. ശത്രുക്കളാണ്. ഈ അമ്പലം വന്നതിന്റെ കാരണം, ഈ അമ്പലം വന്നതിൽ ഇവിടെ നമ്മൾ ഇറങ്ങി വരുന്ന നാഗരുടെ പ്രതിഷ്ഠയുണ്ട്. അവിടെ ഈ പ്രതിഷ്ഠ നടക്കാൻ സമയത്ത് ഒരുപാട് പേര് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത്, കളക്ടർ ഓഫീസിലൊക്കെ കംപ്ലൈന്റ് കൊടുത്ത്, അപ്പൊ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അന്നൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നു, പറഞ്ഞില്ലേ അച്ഛനായിട്ട്. പക്ഷെ അവര് പറഞ്ഞ് ഹിന്ദു വിറ്റ് വിൽക്കാൻ വേണ്ടി കംപ്ലീറ്റ് വസ്തുക്കൾ അവർക്ക് വിറ്റ് പോകണമെങ്കിൽ നാഗപ്രതിഷ്ഠ അവർക്ക് ഭയങ്കര ശല്യമായി. അപ്പം ആ സമയത്ത് അതിനെല്ലാം പൊളിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് പോയി. സ്റ്റേഷനിലും കളക്ടറേറ്റിലൊക്കെ പോയി, എല്ലാം പോയി, എല്ലാം ഓർഡർ മാറ്റാൻ. പക്ഷേ ആ ഈശ്വരന്റെ ചൈതന്യം കൊണ്ട് അതൊന്നും പൊളിച്ചു കളയാൻ പറ്റിയില്ല. അതിന്റെ വ്യാപെല്ലാം ഉണ്ട്. 9-ാം തീയതി 11 കാലൊക്കെ അച്ഛൻ സമാധിയായത്. 11 കാലാവും രാവിലെ 9-ാം തീയതി രാവിലെ. അതുകൊണ്ട് ചേട്ടാ, ഈ സമാധി ആകുന്നതിന് മുന്നേ എന്റെ അമ്മയുടെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ നേരത്തെ നാഗപ്രതിഷ്ഠ വരെ പൊളിച്ചു കളയാൻ നിന്ന ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ നെയ്യാറ്റിങ്കര അതിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ആ പൊളിച്ചു കളയാൻ വേണ്ടി കൊടുത്ത് എന്റെ അച്ഛൻ സ്റ്റേഷനിൽ പോയത് എല്ലാം ഫയലായിട്ടുണ്ട്, നെയ്യാറ്റിങ്കര ഫയലായിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ചെന്നൊക്കെ അന്വേഷിച്ചു. ഇപ്പോഴല്ല ഇവര് എതിര്, അപ്പോഴേക്കെ എല്ലാം എതിര് തന്നെ. ഞാൻ പറഞ്ഞ കറക്റ്റ്. അവര് ചെന്ന് ധ്യാനത്തിന് പതുപോലെ പോയി ഇരുന്നു. ധ്യാനം കഴിഞ്ഞിട്ട് ധ്യാനത്തിന് പോകുന്ന മുമ്പേ എന്നെ കഞ്ഞിയൊക്കെ വാങ്ങിച്ച് കുടിച്ച്, ഈ ഷുഗർ ഉള്ളതുകൊണ്ട് ഗുളിക ഇൻസുലിൻ വെച്ച്, മോനാണ് ഇൻസുലിൻ വെച്ച് കൊടുക്കണം, വെച്ച് അവരങ്ങ് പോയി. അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ധ്യാനത്തിന് പോകുമ്പോൾ നമുക്ക് അടുക്കളയിൽ പ്രത്യേക ജോലി, വീട്ടിനകത്തുള്ള ജോലിയുണ്ട്, തുണി കഴുകാനൊക്കെ ഉണ്ട്. ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല, ധ്യാനത്തിന് പോവുകയില്ലേ. അങ്ങനെയാണ് നമ്മളെ ശീലം. അവർ ധ്യാനിക്കുമ്പോൾ ഞാൻ അവരെ ശല്യപ്പെടുത്താൻ പോകില്ല. അങ്ങനെ നമ്മൾ എൻ്റെ മരുമകളായിട്ട് നമ്മൾ തുണിയും കഴിയും. അങ്ങനെ ഇരിക്കുമ്പം മോൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, മക്കളെ അമ്മ അച്ഛൻ പോയി. ഞാൻ പറഞ്ഞു, എവിടെ പോയിടാ? അവിടെ നിന്ന് ചോദിച്ചു, എവിടെ പോയി എന്നാണ് ആദ്യം ഞാൻ സംശയം കൊണ്ട് കേട്ടത്. അപ്പം പറഞ്ഞ് അച്ഛൻ സമാധിയായി. അപ്പം മോൻ, അമ്മ കരയില്ല, അമ്മ ഇവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമാധിയാകുമ്പം ഈ കാണുന്ന ആൾക്കാർ നല്ല കാര്യം വരുമ്പം ശത്രുക്കൾ നമ്മൾ ആ കൃത്യസമയത്തിന് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം രാമമുഹൂർത്ത വെളുപ്പാങ്കാലം നട തുറന്ന് പൂജ ചെയ്യുമ്പം നാട്ടുകാർ നമ്മൾ റെക്കോർഡിട്ട് അവരെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. സ്കൂൾ കുട്ടികളെ പഠിക്കാനുള്ള അവസരം നമ്മൾ പാഴാക്കുകയാണ്. ഈ റെക്കോർഡ് കേൾക്കുമ്പോഴേ അങ്ങനെ പാഴാക്കുകയാണ്. നിങ്ങൾ 5 മണിക്ക് ശേഷം നിങ്ങൾ നട ഇങ്ങനെ തുറന്നാൽ മതി. ഇത് പ്രതിഷ്ഠിച്ചത് എന്റെ ഭർത്താവിന്റെ ഇഷ്ടം. ബ്രഹ്മമുഹൂർത്തത്തിനാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ. 3:30 അത് നട തുറക്കുമ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ നമ്മൾ വെളുപ്പിലെ നട തുറക്കുന്ന സമയത്ത് വരെ നമ്മുടെ വന്നിട്ട് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 3:30-ക്കൊക്കെ നമ്മൾ നട തുറക്കും. വീട് അടുത്തായിട്ട് നമുക്ക് നേരത്തെ നട തുറക്കാനും പറ്റും. ആ ശുഭമുഹൂർത്തത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പത്മനാഭസ്വാമി ക്ഷേത്രം പോലും 3:30 ദർശനം. ശ്രീവേലി സമയം വരെ ഈ 11:30 ശ്രീവേലി. ഇതെല്ലാം അവർ മനസ്സിലാക്കാൻ അവര് വെറുതെ പറയണത് 12 മണിക്കാണ് നമ്മൾ പൂജ ചെയ്യണം. ചേട്ടാ, ഇനി ഞാനൊരു സത്യം പറയാം. ഇത് ഞാൻ പറഞ്ഞു, ഏകദേശം 2017 ശേഷമാണ് ഈ എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നത്. 2017 ഫസ്റ്റത്തെ പ്രതിഷ്ഠാ വാർഷികം കഴിഞ്ഞിട്ട് ചേട്ടാ 9-ാം തീയതി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അച്ഛനാണെങ്കിൽ നേരത്തെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ ഞങ്ങള് പക്ഷെ എന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിനി സമാധി ആവണ സമയത്തായാലും എന്തായിരുന്നാലും നമ്മുടെ വീടിന്റെ ചുറ്റുപാടും ശത്രുക്കളാണ്. നമ്മുടെ ക്ഷേത്രം എത്ര വേഗം പൂട്ടിക്കാനുള്ള പരിപാടികളാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള ഒരു എന്താ പറയുക വിഷമഭാവത്തോടെയാണ് ഓരോരുത്തരൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതിക്കാണ് നാട്ടുകാർ. അപ്പോൾ ഈ നാട്ടുകാരിങ്ങനെ പറയണത് കൊണ്ട് അച്ഛൻ പറഞ്ഞു, മക്കൾ ഞാൻ സമ്മതിയാകുമ്പോൾ ഒറ്റ മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ പറയണ്ട, നിങ്ങൾ 2 പേരും മക്കൾ കർമ്മം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അച്ഛൻ. അച്ഛൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് എന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ എന്തോ വേണോ ചെയ്തോ. അന്നേരം 3:30 മണിക്ക് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ അച്ഛന്റെ പോസ്റ്റർ ഒട്ടിച്ചത്. ഞങ്ങൾ തന്നെയാണ് ഒട്ടിച്ചത്. 2017 ഈ നാട്ടുകാരെല്ലാം കൊടുക്കണ്ട.
ഉണ്ട്, ട്രസ്റ്റ് ആക്കി അംഗങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ അന്ന് നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്താൽ അതൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? എങ്ങനെ ഇങ്ങനെ ആരും അറിയാതെ സമാധിയുടെ ആ സമയം ആ ചൈതന്യം നിൽക്കുന്നത് ആരും അങ്ങനെ അത് കാണാൻ പാടില്ല. ചേട്ടാ പെട്ടെന്നുള്ള ഒരു നമുക്ക് അച്ഛന്റെ നമ്മൾ ഈ ഒരാൾ മരിച്ചിട്ട് സമാധി ഇരുത്തണമെങ്കിൽ, ഒരാൾ മരിച്ചിട്ടാണ് ഒരു സമാധി ഇരുത്തുകയാണെങ്കിൽ നമുക്ക് തൊടാൻ കാണാൻ എല്ലാം ചെയ്യാം. പക്ഷെ ഒരാൾ ജീവൽ സമാധിയായിട്ട് ചെന്ന് ഇരുന്ന് സമാധിയാവുകയാണെങ്കിൽ അത് ആരും കാണാൻ പാടില്ല. അത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗുരുദേവന്മാർ പറഞ്ഞിട്ടുണ്ട്. ശ്രീ നാരായണ ഗുരു സമാധിയാവാൻ സമയത്ത് തൻ്റെ പ്രിയ ശിഷ്യനായ ഒരാൾ മാത്രം ആണ് ആ ചടങ്ങിലുണ്ടായിരുന്നത്. അത് അതെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ശ്രീനാരായണ ഗുരുവിന്റെ കംപ്ലീറ്റ് ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. ഒരേ ഒരു പ്രിയ ശിഷ്യൻ മാത്രമേ അത് കാണാൻ പാടുള്ളൂ. ആ ശിഷ്യനെ വിട്ടാണ് ആ ചടങ്ങെല്ലാം നടത്തിപ്പിച്ചത്. ആ യഥാർത്ഥ സമാധി, ജീവൽ സമാധി കാണാൻ പാടില്ല. അത് യഥാർത്ഥത്തിൽ നിങ്ങളെ വേദശാസ്ത്രങ്ങൾ എടുത്ത് നോക്കി ആ ചടങ്ങ് നടത്തേണ്ട ആളുണ്ട്, കൽപ്പിച്ച ആളുണ്ട്. ആ കൽപ്പിച്ച ആൾ അപ്പോൾ അവിടെ വരും, ചെയ്യും. അതാണ് ഇതിന്റെ വിധി. ആ വിധി പോലും ഒന്നും അറിയാത്ത ഒരു വെറുതെ ചുമ്മാ നമ്മൾ എൻ്റെ അച്ഛനെ ഞാൻ അങ്ങ് കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ ഞാൻ കൊന്നിട്ട് എനിക്ക് എന്ത് വേണം? എൻ്റെ അച്ഛൻ ചുമട്ടുതൊഴിലാളിയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ചുമട്ടുതൊഴിലാളി, എൻ്റെ അച്ഛനെ ഇതൊക്കെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടും? മനസ്സിലാക്കണം നിങ്ങൾ. എനിക്ക് എന്ത് കിട്ടും? എനിക്ക് നേട്ടം എന്തിനാണ്? ഈ മഹാഭാവ കർമ്മങ്ങൾ ഈ നാട്ടുകാർ ചെയ്യുന്നില്ലേ? ഈ മഹാഭാവം ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഈ അച്ഛന്റെ സ്വത്ത്. ഇതിനെല്ലാം ഇളക്കി പറക്കി എടുത്തിട്ട് ഈ പാപകർമ്മം എന്ത് നേടാനാണ് അവർക്ക്? ഒന്നും നേടാൻ പോകുന്നില്ല. അതല്ല, ഇത് ഇളക്കൂല, അതെല്ലാം ശിവൻ തീരുമാനിക്കും. ഇത് ഇളക്കണോ? ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനായി മാറിക്കഴിഞ്ഞ് ആ ചടങ്ങെല്ലാം കഴിഞ്ഞ്. അപ്പൊ ഇതിനെ ഇളക്കി കളയണോ വേണ്ട ഇത് തീരുമാനിക്കുന്ന ആരാണ്? ആ ഭഗവാൻ ശിവനാണ്. ശിവൻ തീരുമാനിക്കുന്ന നടക്കും, അത്രേ ഉള്ളൂ. ശിവൻ എന്താണോ തീരുമാനിക്കുന്നത് അത് നടക്കും. സമാധി പീഠം ഇളക്കുക എന്നൊരു തീരുമാനത്തിലോട്ട് പോയി സമാധി പീഠമൊന്നും ഇളക്കാൻ പറ്റൂല. സമാധി പീഠമൊന്നും ഇളക്കാൻ പറ്റൂല. ആ പീഠക്കല്ല അവിടെ ഇരിക്കും. ആ സമാധി പീഠം എന്ന് പറഞ്ഞാൽ അത്ര ശക്തി ചൈതന്യമായിട്ടിരുന്ന ആ പീഠത്തിലാണ് ഇരിക്കുന്നത്. ആ ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന ആ പീഠമാണത്. അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇതെന്താണോ ചെയ്യണത് അത് ഈശ്വരൻ തീരുമാനിക്കും. ആ ഭഗവാൻ തീരുമാനിക്കുന്നപ്പുറം ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. ആ ശിവൻ ഒരാൾ ഭയങ്കര സംഭവമായിട്ട് ഇവിടെ നിന്നും കൊണ്ട് ഭയങ്കരമായിട്ട് പറഞ്ഞ് ഇനി ഒരിക്കലും ഈ അമ്പലം തുറക്കാത്ത രീതിയിൽ പണി കൊടുക്കണമെന്ന്. അതെല്ലാം ഭഗവാന് പൂജ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ശിവൻ തീരുമാനിക്കും. ഈ അമ്പലം ഇനി ഒരിക്കലും തുറക്കാൻ പാടില്ലെന്ന്. അത് നടക്കും. ഈശ്വരനെ ആരാധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് എവിടെ എത്തതാണ്? ഈശ്വരനെ ആരാധിക്കണ്ടേ? പിന്നെ അത് നടക്കാത്ത കാര്യമല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് എന്താണോ ആ പറഞ്ഞ ആളിന് പോലും തന്റെ പ്രാണൻ ശരം പോകുന്നത് ശിവന്റെ ശരമാണ് പോണത്. ശിവന്റെ ശരമാണ് പോണ. പറഞ്ഞ ആളിന് പോലും ശിവന്റെ ശരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞ എന്തുമാത്രം ആ പാപം കർമ്മങ്ങളാണ് ആ പുള്ളിയും ചെയ്തോണ്ടിരിക്കണമെന്നറിയോ? ഒരിക്കലും തുറക്കാൻ പാടില്ലെന്ന്. എന്ത് ജനങ്ങളെ, എന്ത് നാട്, എന്തൊരു ഭക്തര്. ആ ശിവകോപം എന്ന് പറഞ്ഞാൽ ഈ കോപത്തിനൊക്കെ അതിന്റെ ഭയങ്കര ദോഷങ്ങളൊക്കെ വന്ന് വരും. നമ്മളൊക്കെ അറിയിച്ച ബന്ധുക്കളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ നാടാർ ഹിന്ദുവാണ്, നാടാറാണ്. അപ്പൊ എന്റെ ബന്ധുക്കളെല്ലാം നാടാർ ക്രിസ്ത്യൻസും കാര്യങ്ങളുമാണ്. അപ്പൊ അവരെ മതത്തിൽ അങ്ങ് വിശ്വസിക്കട്ടെ. പിന്നെ അവര് വന്നിട്ട് എന്തെങ്കിലും വന്നിട്ട് നമ്മളെ അടുത്ത് അത് പറയും. നമ്മളെ ബുദ്ധിമുട്ട് വരുമ്പോ നിങ്ങൾ അത് പ്രാർത്ഥി ഇത് പറയാം. നമുക്കത് പറയണത് ഇഷ്ടമില്ല. കാര്യം നമ്മള് ഹിന്ദുവായിട്ട്, നാടാർ ഹിന്ദുവായിട്ട് ഹിന്ദുവിന്റെ ആചാരം അനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാനാണ് ആചാരം. അതുകൊണ്ട് എല്ലാവരും മറ്റുള്ള ആരും അറിയിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. ഇല്ല ഇതിന് നമ്മൾ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ സത്യമാണ് പറയണത്. ഒന്ന്. രണ്ടാമത് സമാധി എന്നുള്ള സത്യം 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 സമാധി സത്യം കൈലാസനാഥ ക്ഷേത്രത്തിലുള്ള ഈ ഗോപസ്വാമി ഈ ക്ഷേത്രത്തിന് വേണ്ടി മൂർത്തിയായിട്ട് ഇരിക്കാൻ്റെ രീതിയിൽ കൈലാസാനാണ് മൂർത്തിയാക്കിയതും സമാധിയായതും സത്യമാണ്. അദ്ദേഹം എത്ര നാളായി ഇങ്ങനെ ഒരു സ്വാമി ആ ഒരു രീതിയിലേക്ക് അച്ഛൻ അമ്മ കല്യാണം കഴിക്കുന്ന ആ സമയം മുതലേ ഉണ്ട്, കൊച്ചിലേ ഉണ്ട്.